ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. വാഗ്ദാനങ്ങൾ ആം ആദ്മിയുടേത് കോപ്പിയടിച്ചതാണെന്ന് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. ബി.ജെ.പിയുടെ വാഗ്ദാനങ്ങൾ പൊള്ളയാണ്. ആം ആദ്മി പറയുന്നത് നടപ്പിലാക്കുമെന്നും മനീഷ് സിസോദിയ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജൻപുര മണ്ഡലത്തിലാണ് ന്യൂഡൽഹിയിൽ മനീഷ് സിസോദിയ മത്സരിക്കുന്നത്. നീണ്ടകാലം ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നതും ജൻപുരയിൽ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം ഇറങ്ങുന്ന ജൻപുരയിലെ ഓരോ കോളനിയിലും ഓരോ പ്രദേശത്തും വൻ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ദിവസം മുതൽ ബി.ജെ.പിയെ വെല്ലുവിളിച്ചാണ് മനീഷ് സിസോദിയ മുന്നോട്ടു പോകുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ആം ആദ്മി സർക്കാർ ചെയ്തു കാണിച്ച കാര്യങ്ങളിൽ തൃപ്തിയുണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്താൽ മതിയെന്നാണ് ഈ നേതാവിന്റെ നിലപാട്. നടത്താൻ കഴിയുന്ന ഉറപ്പുകൾ മാത്രമാണ് ആം ആദ്മി പറയുന്നത്. ഓരോ പദ്ധതി കെജ്രിവാൾ സർക്കാർ നടപ്പിലാക്കുമ്പോഴും തടയാൻ ശ്രമിച്ചവരാണ് ബി.ജെ.പിക്കാർ. പരാജയപ്പെട്ടപ്പോൾ ജയിലിലാക്കി. ഇതിനുള്ള മറുപടി ഫെബ്രുവരി 5-ന് ഡൽഹിക്കാർ നൽകും. बिल्कुल देखिए, अरविंद केजरीवाल जी के पहले इन्होंने बीजेपी वालों ने काम रोकने की कोशिश की. जब काम नहीं रुके तो उनको जेल में डाल के उनको बर्बाद करने की कोशिश की. लेकिन जनता के दिल में अरविंद केजरीवाल जी के प्रति प्यार कम नहीं हुआ और अरविंद केजरीवाल जी के दिल में जनता के प्रति प्यार कम नहीं हुआ. दिल्ली की जनता ने अरविंद केजरीवाल जी के काम देखे हैं. आज बीजेपी कोशिश कर रही है कि अरविंद केजरीवाल जी की योजना को कॉपी पेस्ट करके जनता के सामने रखे. पर दिल्ली के लोग कॉपी पेस्ट पसंद नहीं करते हैं. दिल्ली के लोग ओरिजिनल पसंद करते हैं. മനീഷ് സിസോദിയ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഓടിവരികയും ബാൽക്കണിയിൽ നിന്നും കൈവീശുകയും ചെയ്യുന്നവർ ആപ്പിനെ വിശ്വസിക്കുന്നവരാണെന്ന് സിസോദിയ പറയുന്നു. മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള കേസുകൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഒരു വ്യാജ പ്രചരണമാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നും ജനങ്ങളുടെ കോടതി ഇക്കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് മനീഷ് സിസോദിയ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഹരി മുണ്ടൂറിനൊപ്പം ഡി ധനസ്മോദ്, മീഡിയ 1, ഡൽഹി.